അവധി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ കാണിക്കുമ്പോൾ ഞാൻ ഒരു മുന്തിരി വള്ളിയുണ്ട്. അതിന് ഒരു പണി എടുത്തില്ല, നട്ടിട്ടേ ഉള്ളൂ, ഒത്തിരി എത്തിയിട്ടേ ഉള്ളൂ. അതിന് ശേഷം പ്രൂണിങ്ങെല്ലാം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് കായ്ക്കൂലൂ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഒന്ന് ഇതെല്ലാം പ്രൂണിങ് ചെയ്ത് കൊടുക്കാമല്ലോ. അത് ഞാൻ കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. വേണ്ടതാ ഇതെല്ലാം ഇങ്ങനെ ഈ തിരി ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ചപ്പെല്ലാം മുഴുവൻ പറിച്ച് കളയണം തോന്നും. എന്നാൽ മാത്രമേ ഇത് വരുള്ളൂ, കായ് വരുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. തിരി തേത്ത് വരുന്നുണ്ട്, ചിലപ്പോൾ അതിന് വള്ളി വരും എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇത് പറിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇടുകയും ചെയ്യാം. നമുക്ക് കണ്ട അതിൽ തന്നെ ഇടാം. ഒരുപാടുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച് കളയാനാകും. ഈ പഴയതെല്ലാം മുഴുവനും കളഞ്ഞിട്ട് മാത്രമാണ് ഇനി വേണ്ടുന്നത്. മറ്റേ ഇതിവിടെ ഇങ്ങനെ വെച്ചാലുണ്ടല്ല നമുക്ക് നന്നാവില്ല. ഇതിൻ്റെ ഈ ചപ്പെല്ലാം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെന്തല്ലോ കാടാ ഇതല്ലേ. ഇതെല്ലാം തേച്ച് ഇതിൻ്റെ മേലെ കയറി പടന്ന് നാശമായി. മുന്തിരി വള്ളി ഇങ്ങോളം എത്തിപ്പോയി പടന്നിട്ട്. കണ്ട ഇതേപോലെ ഇതെല്ലാം മുഴുവൻ പ്രൂണിങ് ചെയ്ത് വൃത്തിയാക്കിയാൽ മാത്രമേ ഇതിൽ കായ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കായ് ഒന്ന് നമുക്ക് ഉണ്ടാവുമോ നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ എടുക്കുന്നത്. ഇത് പ്രൂണിങ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് വളവും കൂടി നമുക്ക് കൊടുത്തു നോക്കാം, കായ് ഉണ്ടാകുന്നുണ്ടോ നോക്കട്ടെ. വേഗം പെട്ടെന്ന് കായ് ഉണ്ടാവുമോ നോക്കാമല്ലോ. ഇതല്ലേ ഇതേപോലെ ഇതിപ്പോൾ ഇതെല്ലാം മുറിച്ച് കളയണം, തെച്ച് മുറിച്ച് കളയണം. കണ്ട ഇതേപോലെ എല്ലാ ചപ്പും മുറിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ തലേമെന്ന് ഇങ്ങനെ പൊട്ടി വരാൻ. എന്നാൽ മാത്രമേ ഈ ഇമ്മൽ ഉണ്ടാവുള്ളൂ. ഇത് മൂത്ത് പോയാൽ പിന്നെ ഇമ്മൽ കായ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം മുറിച്ച് കളയുന്നത്. മുറിച്ച് കളഞ്ഞ് നമുക്കിത് പ്രൂണിങ് ചെയ്ത് ഉഷാറാക്കിയിട്ട് വെക്കാല. കായ് മുന്തിരിങ്ങ ഉണ്ടാവുമെന്ന് നോക്കട്ടെ. നിങ്ങൾ എന്നിട്ട് കാണിച്ചു തരാം. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നെല്ലാം തേത്ത് വരുന്നുണ്ട്. അതിൻ്റെ നടുക്കേ കൂടി തേത്ത് വരുന്നുണ്ട്. അതിലാണ് മുന്തിരിങ്ങ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ മുഴുവനും തിരി പൊട്ടിച്ച് കളയുക, മുറിച്ച് കളയുക. ഇത് കണ്ടല്ലോ, ഇതേപോലെ എല്ലാം കൊമ്പ് തേച്ചും കളയണം, ചപ്പ് തേച്ചും കളയണം. അതിനകത്ത് തേച്ച് തിരി വരുന്നുണ്ട് കേട്ടോ. ആ തിരി തേച്ചും വന്നാൽ നമുക്ക് നല്ല തിരിയായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പ്രൂണിങ് ചെയ്ത് ചെയ്യാലോ. ഉണ്ടല്ലേ, ഇതേപോലെ ഈ ഇലയെല്ലാം നമുക്ക് ഇതിനെന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാടെ നിൽക്കട്ടെ. ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ഐഡിയിലെ കാർഡ് വാക്കിയിട്ട് നിങ്ങളിത് കാണിച്ചു തരാമല്ലോ. ഇതിലേ കൂടി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതെല്ലാം വൃത്തിയാക്കി നമുക്ക് ഈ പുല്ലെല്ലാം പറിച്ച് കണ്ടോ. ഈ പുല്ലെല്ലാം ഇങ്ങനെ വൃത്തിയിൽ പറിച്ച് നമുക്കിത് വൃത്തിയായിട്ട് പറിക്കാമല്ലോ. കാടാ തേച്ചു ഭയങ്കര കാടാണ്. എന്നാലും നമുക്ക് നല്ല തോല് കിട്ടാനുണ്ട്. ഇതിൽ നല്ലോണം പച്ചക്കറി നടാൻ മാത്രം കിട്ടാനുണ്ട്. അത് ഇത് ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാമല്ലോ. കണ്ടോ ഉണ്ടല്ലേ, ഇതേപോലെ
ഇത് കണ്ടല്ലോ, ഇതേപോലെ ഞാനിപ്പോൾ ഇതേപോലെ വൃത്തിയാക്കിയിടാം. ഇനിയിപ്പം മറ്റേ വൃത്തിയാക്കൽ വയ്യ വൃത്തിയാക്കാം. തൽക്കാലം ഇതിന് ചുറ്റും മാത്രം വൃത്തിയാക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ അകത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കാനാവും. ഇതെന്തെല്ലാം വളം കൊടുക്കുന്നത് വെച്ചാൽ കുറച്ച് ഈ മുന്തിരിൻ്റെ പ്രൂണിങ് ചെയ്ത ചപ്പ് തന്നെ ഉണ്ട്, ഇത് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ഇതാദ്യം അടിയിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ആട്ടും വളം എടുത്തിട്ടുണ്ട്, കുറച്ച് ചകരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിനകത്ത് വളം നിറഞ്ഞു പോവും, അതുകൊണ്ട് കുറച്ചിങ്ങ് മാറ്റട്ടെ, വാരി മാറ്റട്ടെ. ഉണ്ടല്ലേ, ഇതേപോലെ കുറച്ച് മാറ്റിയിട്ട് നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കും. ഇത് പഴയതല്ലേ, ഉണ്ടല്ലോ, ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ചപ്പും ഇതും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് മുന്തിരിങ്ങ നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. ഞാൻ ഇതിനൊന്നും നോക്കിയിട്ടേ ഇല്ല, ഇത് നട്ടു എന്നല്ലാണ്ട് ഞാൻ ഒരു പണി എടുത്തിട്ടില്ല. ഇതിന് വെള്ളം അടിച്ചു കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങനെ പോരാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഈ ചപ്പിൻ്റെ അകത്ത് വാരിയിട്ടെ. ഈ ചപ്പിൻ്റെ അകത്ത് ഇട്ടിട്ട് വേണ്ട, ഈ ചപ്പും കുറച്ച് ചകരിയും കൂടി ഉണ്ട്. ഇത് വേണ്ട, ചകരി കണ്ടില്ലേ, ഇത് ചകരി ഇതും കൂടി ഇട്ട് കുറച്ച്. പിന്നെ കുറച്ച് ചക്ക മടലിൻ്റെ ആ ചമിണി കുറച്ച് ഞാൻ അതും എടുത്തിട്ട് വേണ്ട, കണ്ടില്ലേ, ഇത് കണ്ട, ഇതും കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ഇതും നല്ല വളമല്ലേ. ഇത് കണ്ട, ഇത് ഈ ചക്ക മടലിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇത് ഇട്ട് കൊടുത്ത്, ഇനിയിപ്പം ചകരി ഇട്ട് കൊടുത്തു, ചക്കമടൽ ഇട്ട് കൊടുത്തു, അതിൻ്റെ ചപ്പ് ഇട്ട് കൊടുത്തു. ഇത് ആട്ടുംവളം. ആട്ടുംവളം കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നും ഒരു വളവും കൊടുത്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഇനിയെങ്കിലും ലേശം ഉഷാറാവട്ടെ വെച്ചിട്ടാണ് ആട്ടുംവളം കൊടുക്കുന്നത്. ഇത് പോട്ടയും മിശ്രിതമാണ്. ഈ പോട്ടയും മിശ്രിതവും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതും കൂടി കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു മുന്തിരി കായ്പ്പിക്കാലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി വേഗം തെനിയത്തെ തെരുവ് എല്ലോടും കൂടിയിട്ട് നമുക്ക് മുന്തിരിങ്ങ ഉണ്ടാവണം. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെന്നാ വെച്ചാൽ ഇത് ചാണക വെള്ളം സ്ലെറിയാക്കി വെച്ചില്ലേ, ആ സ്ലെറിയാണ് ഇത്. ഞാൻ ഇന്നലെ ആക്കി വെച്ചിട്ട് സ്ലെറി, ആ സ്ലെറി ആക്കി വെച്ചതിന് സ്ലെറിയായത്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതിലെന്തെല്ലാം വെച്ചാൽ ഇതിലെന്തെല്ലാം ഉണ്ട്, നല്ല വളങ്ങളായത്. ഈ സ്ലെറി നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലെറി ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, സ്ലെറിയിലെ പിണ്ണാക്കുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൽ. വേപ്പും പിണ്ണാക്കുണ്ട്, മറ്റേ പിണ്ണാക്കുണ്ട്, എല്ലാ പിണ്ണാക്കും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ, പച്ചവെള്ളം. അതിന് മേലെ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇനി പണിയൊന്നുമില്ല. ഇനി ഇവർ തീർത്തിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീർത്ത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. കണ്ടില്ലേ, അതിനി അത് കുടിച്ചിട്ട് അത് ആവട്ടെ. കണ്ടില്ലേ, ആയില്ല, ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പം കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നല്ല നമസ്കാരം.